ചെയ്യപ്പെടുന്ന ശബ്ദത്തോടുകൂടിയും ഹർഫോടുകൂടിയും പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ സൃഷ്ടിയാണ് എന്നാണ് നിങ്ങളുടെ വാദം. അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ കാഫിറാണ് എന്നാണ് ജീലാനി തങ്ങളുടെ വാദം. എന്താണ് ജീലാനി തങ്ങളുടെ വാദം? എന്നിട്ട് പറഞ്ഞിരിക്കുക കിതാബ്, ഈ കിതാബ് ഇലൈഹിൽ ഹനാബിലത്തു ജഹലൻ ഔ ഇനാദാ കമാ ദഹബത് ഇലൈഹിൽ ഹനാബിലത്തു ജഹലൻ ഔ ഇനാദാ. അതായത് ഹംബലികൾ ജാഹിലീങ്ങളായിക്കൊണ്ട് ധിക്കാരികളായിക്കൊണ്ട് പറഞ്ഞു. അല്ലാഹു ഖുർആൻ ശബ്ദത്തോടുകൂടിയാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഈ കിതാബ് പഠിക്കുന്ന ആരും വിശ്വസിക്കരുത്. അതിനുവേണ്ടിയാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ കലാമ് ശബ്ദത്തോടു കൂടിയും ഉള്ളതല്ല, അർഫോടു കൂടിയും ഉള്ളതല്ല എന്ന്. ഇപ്പൊ നിങ്ങളുടെ അഖീദ ഇമാം അഹ്മദിന്റെ ഹംബലിന്റെ അഖീദയുമായി അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങളുടെ അഖീദയുമായി വൈരുദ്ധ്യത്തിലാണ് എന്ന് മാത്രമല്ല, ജീലാനി തങ്ങൾ ഏതൊരു അഖീദയാണോ കുഫ്രിയത്തിന്റെ അഖീദയായി എണ്ണിയത്, ആ അഖീദയിലാണ് നിങ്ങൾ. ആ അഖീദയിലുള്ള നിങ്ങളിൽ നിന്ന് എങ്ങനെ വിലായത്തുണ്ടാവും? ഇനി അപ്പൊ അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ നിന്നൊക്കെ പിഴച്ചു, ഖുർആനിന്റെ വിശ്വാസത്തിൽ നിന്നൊക്കെ പിഴച്ചു. ഞാൻ പറഞ്ഞതല്ല, ഇമാം അഹ്മദ് അടക്കിന്റെ നസ് വെച്ച് ജീലാനി തങ്ങൾ പറഞ്ഞതാണ്. ഇനിയോ നിങ്ങൾക്ക് പിഴച്ച മറ്റൊരു സ്ഥലം ഈമാനിന്റെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് പിഴച്ചു. ദാ ഈമാനെ കുറിച്ച് നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഈ കിതാബിന്റെ 136 പേജ്, ശറഹുൽ അഖായിദിന്റെ 136 പേജിൽ നിങ്ങൾ പറയുകയാണ്. ഞാൻ വേഗം ഇനി പോവുകയാണ്. അന്ന ഹഖീഖത്തുൽ ഈമാനി ലാ തസീദു വലാ തൻഖുസ്. ഈമാന് അത് കൂടുകയുമില്ല കുറയുകയുമില്ല. ഈമാന് കൂടൂല കുറയൂല എന്ന് വിശ്വാസമായി കൊണ്ട് കിതാബിൽ രേഖപ്പെടുത്തി അത് പഠിപ്പിച്ച് ഏറ്റുചൊല്ലുന്നവരെ, അത് വിശ്വസിക്കുന്നവരെ, അത് അംഗീകരിക്കുന്നവരെ നിങ്ങൾ നിന്ന് എങ്ങനെ വിലായത്തുണ്ടാവും? അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല തങ്ങളുടെ കിതാബിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നു? അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ വിശ്വസിക്കുന്നു. അബ്ദുൽ ഖാദിർ ജീലാനി കിതാബിന്റെ 62 പേജിൽ പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഇല്ലെങ്കിൽ ഹംബലി അഖീദയിലുള്ള മശായിഖുമാരും ഇമാമിയങ്ങളും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അഹ്ലുസുന്ന വിശ്വസിക്കുന്നു, അന്നൽ ഈമാൻ നിശ്ചയമായും ഈമാൻ എന്നാൽ ഖൗലുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള സംസാരമാണ്, വ മഅരിഫത്തുൻ ബിൽ ജനാൻ, അതുപോലെ തന്നെ ഹൃദയം കൊണ്ടുള്ള മഅരിഫത്താണ്, അതുകൊണ്ട് വിശ്വാസമാണ്. വഅമലുൻ ബിൽ അർക്കാൻ, അത് അവയവങ്ങൾ കൊണ്ട് പ്രവർത്തനമാണ്. യസീദു ബിത്ത്വഅതി വയൻഖുസു ബിൽ ഇസ്യാൻ, അത് കൂടുകയും കുറയുകയും ചെയ്യും. ഈമാൻ കൂടും കുറയും, അതാണ് എന്റെ വിശ്വാസം എന്ന് അബ്ദുൽ ഖാദിർ അൽ ജീലാനി. ഈമാൻ കൂടൂല കുറയൂല എന്ന് നിങ്ങളുടെ വിശ്വാസം. അപ്പൊ ഖുർആനിൽ അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ നിങ്ങളും ജീലാനി തങ്ങളും തമ്മിൽ വൈരുദ്ധ്യത്തിലാണ്. അള്ളാഹുവിന്റെ കലാമായ ഖുർആനിന്റെ വിശ്വാസത്തിൽ നിങ്ങളും ജീലാനി തങ്ങൾ തമ്മിൽ വൈരുദ്ധ്യത്തിലാണ്. ഈമാനിന്റെ വിശ്വാസത്തിൽ നിങ്ങളും ജീലാനി തങ്ങൾ തമ്മിൽ വൈരുദ്ധ്യത്തിലാണ്. അല്ലയോ? നിങ്ങൾ സ്ഥാപിക്കും. അൽ ഖുനിയ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ശറഹുൽ അഖായിദ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഞാൻ വായിച്ചത് അർത്ഥത്തിൽ പഴിച്ചതാണ്, ഞാൻ കട്ടുവായിച്ചതാണെങ്കിൽ കട്ടുവായിച്ചെന്ന് പറയും. എന്നിട്ട് ഈ കിതാബിന്റെ ഈമാനിന്റെ കാര്യം പറഞ്ഞിട്ട് അതിന്റെ താഴെ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി പറയുകയാണ്, ജീലാനി തങ്ങൾ പറയുകയാണ്, വഖദ് അൻകറത്തിൽ അശ്അരിയത്തു, അശ്അരികൾ നിഷേധിച്ചു, സിയാദത്തുൽ ഈമാനി വ നുഖ്സാനഹു, ഈമാനിന്റെ കൂടലിനെയും കുറവിനെയും അശ്അരികൾ നിഷേധിച്ചു. അപ്പൊ അശ്അരികളുടെ അഖീദ പിഴച്ചതാണ് എന്ന് 3 തവണ പേരെടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ അൽ ഖുനിയയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഹാനവറുകൾ പറഞ്ഞവരായിരിക്കെ അശ്അരികളായ നിങ്ങൾ എങ്ങനെ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങളുടെ അഹലുകാരാവും ആളാവും? നിങ്ങളിൽ നിന്ന് എങ്ങനെ വിലായത്തുണ്ടാവും? നിങ്ങൾ പറയും. ഇനിയോ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല വഫാത്താവുകയാണ്. ഹിജ്റ 561 മഹാനവറുകൾ വഫാത്താവാൻ കിടക്കുകയാണ്. അദ്ദേഹം മരണക്കിടക്കയിലാണ്. അപ്പോൾ
ഈ അൽ ഫത്ഹുർ റബ്ബാനിയിൽ ആ അവസരങ്ങൾ ഇങ്ങനെ ആ ഹാല് അല്ലെങ്കിൽ അന്നത്തെ ആ ഖബർ ഈ കിതാബിൽ കൊടുക്കുന്നുണ്ട്. ഈ കിതാബിന്റെ 374-ാമത്തെ പേജിൽ ദിക്ർ വഫാത്തിഹി റളിയല്ലാഹു അൻഹു ഇസ്തൗസാ അബ്ദുൽ വഹാബ് വാലിദാഹു അശ്ശൈഖ റളിയല്ലാഹു അൻഹു ഫീ മറദി മൗതിഹി. അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങളുടെ മകനായ അബ്ദുൽ വഹാബ് മഹാനവർകൾ ജീലാനി തങ്ങളുടെ അടുക്കൽ വന്നു. മഹാനവർകൾ മരിക്കാൻ കിടക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഒരു വസീയത്ത് തരണം നമുക്ക്. മകൻ ഉപ്പയോട് ചോദിക്കുകയാണ്. ഉപ്പയാരാണ്? ജീലാനി തങ്ങളാണ്. ജീലാനി തങ്ങൾ മരിക്കാൻ കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുമ്പോൾ ആ മകൻ വന്ന് ചോദിച്ചു, ഒരു വസീയത്ത് നൽകണം. ഫഖാല റളിയല്ലാഹു അൻഹു, അപ്പോൾ ജീലാനി തങ്ങൾ പറഞ്ഞു, അലൈക ബി തഖ്വല്ലാഹി വ ത്വാഅതിഹി, നീ അല്ലാഹുവിനെ തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുക, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുക. വലാ തഖഫ്, നീ ഭയപ്പെടരുത്. അഹദൻ, ഒരുവരെയും, നീ ഒരുവരെയും ഭയപ്പെടരുത്. ഒരു ഖബറിനെയും ഭയപ്പെടരുത്, ഒരു ജിന്നിനെയും ഭയപ്പെടരുത്, ഒരു ശൈത്താനെയും ഭയപ്പെടരുത്. വലാ തഖഫ് അഹദൻ വലാ തർജു, ആരിലും നീ പ്രതീക്ഷ വെക്കരുത്. ഒരു ഖബറിലും പ്രതീക്ഷ വെക്കരുത്, ഒരു വലിയിലും പ്രതീക്ഷ വെക്കണ്ട. വഖിൽ, നീ ഏൽപ്പിച്ചു കൊടുക്കുക. അൽ ഹവായിജ, നിന്റെ ആവശ്യങ്ങൾ മുഴുവൻ, കുല്ലഹാ ഇലല്ലാഹി അസ്സ വജല്ല വത്ലുബ്ഹാ മിൻഹു, ആ അല്ലാഹുവിൽ നിന്ന് നീ നിന്റെ ആവശ്യങ്ങളെല്ലാം തേടുക. മരണക്കടക്കയിൽ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ പറഞ്ഞതാണ്, നീ ആരെയും ഭയപ്പെടരുത്, മനുഷ്യരിൽ നിന്ന് ആരെയും പ്രതീക്ഷ വെക്കരുത്. അള്ളാഹുവിനോട് മാത്രം നിന്റെ ഹാജത്തുകൾ പറയുക, അള്ളാഹുവിനോട് മാത്രം നിന്റെ ആവശ്യങ്ങൾ തേടുക. വലാ തസിഖ്, നീ വിശ്വസിക്കരുത്. ബിഅഹദിൻ സിവല്ലാഹി അസ്സ വജല്ല, നീ സിഖത്ത് വെക്കരുത്, നീ ഉറപ്പ് വെക്കരുത് ആരിലും, ആരൊഴികെ, അള്ളാഹു അല്ലാതെ. വലാ തഅ്തബിദ്, നീ അവലംബിക്കരുത്, ഇല്ല അലൈഹി, അള്ളാഹുവിന്റെ മുകളിലല്ലാതെ. അത്തൗഹീദ് അത്തൗഹീദ് അത്തൗഹീദ, ഐ ഇൽസം, ഇതാണ് മോനെ തൗഹീദ്, ഈ തൗഹീദിനെ നീ മുറുകെ പിടിച്ചോ. അബ്ദുൽ ഖാദിർ അൽ ജീലാനി മരിക്കാൻ നേരത്തെ പറഞ്ഞതാ. ഇതല്ലേ വഹാബികൾ പറയുന്നത്, ഇതല്ലേ സലഫികൾ പറയുന്നത്? എന്താ പറഞ്ഞത്? അത്തൗഹീദ് അത്തൗഹീദ് അത്തൗഹീദ, മോനെ നീ തൗഹീദിനെ മുറുകെ പിടിച്ചോ, ഇതാണ് തൗഹീദ്, ഈ തൗഹീദിനെ നീ മുറുകെ പിടിച്ചോ. വജിമാഉൽ കുല്ലി അത്തൗഹീദ്, എല്ലാ കാര്യത്തിന്റെയും പേര് തൗഹീദാണ്, എല്ലാ കാര്യത്തിന്റെയും അസ്ലും തൗഹീദാണ് എന്ന് അബ്ദുൽ ഖാദിർ അൽ ജീലാനി മകനോട് ഉപദേശിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞത്. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞു, അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹു തആലയുടെ നേർക്ക് നേരെയുള്ള ശിഷ്യനാണ് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി. ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഹികായത്തുൽ മുനാദറത്തി ഫിൽ ഖുർആൻ മഅ ബഅദി അഹ്ലിൽ ബിദ്അത്തി എന്ന ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് നോക്കൂ. അശ്അരികളെ, നിങ്ങളെക്കുറിച്ചാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനിയുടെ നിങ്ങളെക്കുറിച്ചുള്ള നിലപാട് നമ്മൾ പഠിച്ചു. ഇനി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനിയുടെ നേർക്ക് നേർ ശിഷ്യനായ ഇബ്നു ഖുദാമ അൽ മഖ്ദിസിയുടെ അഭിപ്രായം, നിങ്ങളെക്കുറിച്ചുള്ള വീക്ഷണം. അദ്ദേഹം പറയുകയാണ്, വൽ അശ്അരിയു, ഇവിടെ അലിഫ് ലാമിന് നമുക്ക് ജിൻസിന്റെ അർത്ഥം കൊടുക്കാം. അൽ അശ്അരിയു, അശ്അരിയായ ഓരോ വ്യക്തിയും യജ്ഹദു കുല്ലഹു, എന്ത് ചെയ്ത് കുല്ലഹു എന്നാണോ? അള്ളാഹുവിന്റെ ഖുർആന്റെ ഓരോ ഹർഫിനെയും നിഷേധിക്കുന്നവരാണ്, എല്ലാ ഹർഫിനെയും നിഷേധിക്കുന്നവരാണ്. വയഖൂലു ലൈസ ശൈഉം മിൻഹു ഖുർആനാ, അതിൽ ഒന്നും ഖുർആനല്ല. വഇന്നമാ ഹുവ കലാമു ജിബ്രീല. വൽ അശ്അരിയു, അശ്അരികളുടെ വിശ്വാസം ഇത് ജിബ്രീൽ അലൈഹി വസലാമിന്റെ കലാമാണ്, അള്ളാന്റെ കലാമല്ല എന്നാണ്. പിന്നെയോ, അപ്പൊ അശ്അരികളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ മാത്രം ഞാൻ വായിക്കാം, പിന്നെയും കൂടെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ കിതാബിന്റെ 33-ാമത്തെ പേജിൽ പറഞ്ഞതാണിത്. അതുപോലെ തന്നെ ഈ കിതാബിന്റെ 35-ാമത്തെ പേജിൽ പറയുകയാണ്, വലാ നഅരിഫു, നമുക്കറിയില്ല, ഫീ അഹ്ലിൽ ബിദ്അഇ, ബിദ്അത്തിന്റെ കക്ഷികളിൽ നമുക്കറിയില്ല. ഷെയ്ഖ് ജീലാനിയുടെ നേർക്ക് നേരെയുള്ള ശിഷ്യനാണ് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി. ഇദ്ദേഹത്തിന്റെ കിതാബാണിത്.
ഇദ്ദേഹത്തിന് ഇങ്ങനെ കിതാബില്ലെങ്കിൽ അങ്ങനെ പറയും, ഇങ്ങനെ കിതാബില്ല. ഇനി കിതാബുണ്ട് എന്നാൽ ഞാൻ വായിച്ചത് അർത്ഥം വെച്ച് പിഴച്ചെങ്കിൽ അങ്ങനെ പറയും, അങ്ങനെ ഞാൻ അർത്ഥം വെച്ച് പിഴച്ചത്. അതാ നോക്കൂ, വലാ നഅരിഫു നമുക്കറിയില്ല ഫീ അഹ്ലിൽ ബിദ്അഇ ബിദ്അത്തിന്റെ കക്ഷിക്കാരിൽ ത്വായിഫത്തൻ ഒരു കക്ഷിയെയും യക്തുമൂന മഖാലതഹും അവരുടെ സംസാരങ്ങൾ മറച്ചു വെക്കുന്നവരായിക്കൊണ്ട്. ബിദ്അത്തിന്റെ കക്ഷികളിൽ അവരുടെ മക്കാലത്തുകൾ മറച്ചു വെക്കും. ഏതുപോലെ ഇപ്പോ ഈ ശറഉൽ അഖായിദിൽ പള്ളി ദർസുകൾ അവർ പഠിക്കുന്നത് എന്താ? ഹംബലികളുടെ വിശ്വാസം പിഴച്ചതാണെന്നാണ്. ഹംബലിയുടെ വിശ്വാസം പിഴച്ചതാണെന്നാണ്. സ്റ്റേജിൽ അവർ പ്രസംഗിക്കുന്നു, ഇമാം അഹമ്മദിനെയും ഹംബലിനെയും പുകഴ്ത്തിക്കൊണ്ട്, ഇല്ലേ ഹംബലികളെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് അവർ പ്രസംഗിക്കുക. അപ്പൊ അവർ എന്നാൽ പള്ളി ദർസിൽ ഉള്ളിൽ പഠിക്കുമ്പോൾ പറയും ഹംബലികളൊക്കെ പിഴച്ചതാണെന്നാണ് പഠിക്കുക, ഹംബലികളൊക്കെ പിഴച്ചതാണെന്നാണ് പഠിക്കുക. അങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ മറച്ചു വെക്കുന്നതായി ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് നമുക്ക് ആരെയും അറിയില്ല. വലാ യതജാസറൂന അലാ ഇദ്ഹാരിഹാ അത് വെളിയിലേക്ക് പറയുവാൻ ധൈര്യപ്പെടാത്ത, അന്നത്തെ കാലത്ത് ധൈര്യപ്പെട്ടിരുന്നില്ല, എന്ന് പറയുന്നുണ്ട്. ഇല്ല സനാദിഖ വൽ അശ്അരിയ സനാദിഖയും അശ്അരിയും സിന്ദീഖുകളും അശ്അരികളും ബിദ്അത്തിന്റെ കക്ഷികളാണ് എന്ന് എണ്ണി പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ബിദ്അത്തുകാരാണ് എന്ന് എണ്ണി പറഞ്ഞിരിക്കുകയാണ്. മറിച്ച് നിങ്ങളെ എണ്ണിയത് സിന്ദീഖുകളോടാണ്. സിന്ദീഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഉള്ളിൽ കുഫറും വെളിയിൽ ഇസ്ലാം വെച്ച് പുലർത്തുന്ന സിന്ദീഖ് എന്ന വിഭാഗക്കാരോടാണ് നിങ്ങളെ ചേർത്തെണ്ണിയത്. ഇല്ല സനാദിഖ വൽ അശ്അരിയ. കണ്ടോ, ഇത് ഇബ്നു ഖുദാമ ജീലാനി തങ്ങളുടെ നേർക്ക് നേർ ശിഷ്യനാണ്, നേർക്ക് നേര് ശിഷ്യൻ. ഈ കിതാബിന്റെ 36-ാമത്തെ പേജിൽ പറയുന്നു, വദീനുഹും അശ്അരികളുടെ ദീൻ ഗൈറ ദീനിൽ ഇസ്ലാം ഇസ്ലാം ദീനല്ല. അശ്അരികളുടെ ദീന് ഇസ്ലാം ദീനല്ല. ജീലാനി തങ്ങളുടെ ശിഷ്യരായി പറയുന്നത്. നാട്ടുകാരെ, ജീലാനി തങ്ങളുടെ ശിഷ്യരായ ഇബ്നു ഖുദാമ അൽ മഖ്ദിസി പറയുകയാണ്, നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരായ കാന്തപുരമാകട്ടെ, അങ്ങനെ അശ്അരി വിശ്വാസത്തിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ ദീൻ ഇസ്ലാം ദീനല്ല. വദീനുഹും ഗൈറു ദീനിൽ ഇസ്ലാം ലിയന്ന ദീനൽ ഇസ്ലാമി ഹുവല്ലദീ ജാഅ ബിഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി കൊണ്ടുവന്ന ദീനാണ്. വഹാദാ ഇന്നമാ ജാഅ ബിഹിൽ അശ്അരി ഇവർ അശ്അരി കൊണ്ടുവന്ന ദീനിലാണ് വിശ്വസിക്കുന്നത്, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ദീനിലല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹു തആല 900 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ജീലാനി തങ്ങളുടെ നേർക്ക് നേരെ ശിഷ്യനാണ് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാഹു തആല. കണ്ടോ, അതിനുശേഷം പറയുന്നു ഹഖീഖത്തു മദ്ഹബിഹിം എവിടെ മദ്ഹബിന്റെ യാഥാർത്ഥ്യം അന്നഹു ലൈസ ബിസ്സമാഇ ഇലാഹ് ആകാശത്ത് അല്ലാഹ് ഇല്ലെന്നാ. ആകാശത്ത് അല്ലാഹ് ഇല്ല. വലാ ഫിൽ അർദി ഖുർആൻ ഭൂമിയിൽ ഖുർആനും ഇല്ല. അങ്ങനെ തന്നെയാണ് അവിടെ വിശ്വാസം. അങ്ങനെ ഈ കിതാബിൽ പറയുന്നു. ഈ കിതാബ് നൂനിയത്തുൽ ഖഹ്താനി ഇമാം അൽ ഖഹ്താനിയുടെ കിതാബാണ്. അബൂ മുഹമ്മദ് അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് അൽ അൻദലൂസി അൽ ഖഹ്താനി റഹിമഹുല്ലാഹു തആല. ഈ മഹാനവറുകൾ വഹാബിയാണോ? നിങ്ങൾ പറയും. ഈ മഹാനവറുകൾ ജീവിച്ചിരുന്നത് വഫാത്തായത് ഹിജ്റ 379-ലാണ്. ഹിജ്റ 379 വഫാത്തായ ഇമാം അബൂ മുഹമ്മദ് അൽ അൻദലൂസി റഹ്മത്തുള്ളാഹി തആലയുടെ നൂനിയാണ്. പ്രശസ്തമായ കാവ്യമാണ്. ആർക്കും ഇത് നെറ്റിലും മറ്റുമൊക്കെ തിരക്കിയാൽ കിട്ടും ഈ പദ്യം. ഈ പദ്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, യാ അശ്അരിയത്തു യാ അശ്അരിയത്തു ഹൽ ശഅർതും അന്നനി റമദുൽ ഉയൂനി വഹിക്കത്തുൽ അജ്ഫാനി അന ഫീ ഖുബൂദിൽ അശ്അരിയത്തി ഖർഹത്തുൻ അർബു ഫഅഖ്തുലു കുല്ല മൻ യശ്നാനി. യാ അശ്അരിയത്തു അല്ലയോ അശ്അരികളെ, ഹൽ ശഅർതും നിങ്ങൾ അറിഞ്ഞോ, അന്നനി നിശ്ചയമായും ഞാൻ റമദുൽ ഉയൂനി നിങ്ങളുടെ കണ്ണിലുള്ള ചാരമാണ്, വഹിക്കത്തുൽ അജ്ഫാനി നിങ്ങളുടെ കൺപോളകളിലുള്ള ചൊറിച്ചിലാണ്, അനഫീ ഖുബൂദിൽ അശ്അരിയത്തി ഖർഹത്തുൻ അശ്അരികളുടെ കരളിലുള്ള ക്യാൻസറാണ് ഞാൻ, അർബു ഞാൻ ഉയർന്നു ഫഅഖ്തുൽ എന്നിട്ട് ഞാൻ കൊലപ്പെടുത്തും കുല്ലമൻ യശ്നാനി എന്നെ ചീത്ത വിളിക്കുന്ന ഈ അശ്അരികളെല്ലാം ഞാൻ ഉയർന്നു കൊലപ്പെടുത്തും എന്ന് അശ്അരികളെ നിന്ദിച്ചുകൊണ്ട് ഇവിടെ പാടുകയാണ്. പിന്നെയും അദ്ദേഹം നൂനിയത്തിൽ പാടുകയാണ്. ഹിജ്റ 379 കിതാബായത്. ഹിജ്റ 379 ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല ജീവിച്ചിരുന്നത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല ജീവിച്ചിരുന്നത് ഹിജ്റ 700-കളിലാണ്. നിങ്ങൾ പറയുന്നല്ലോ ഇതൊക്കെ ഇബ്നു തൈമിയ്യ ഉണ്ടാക്കി വിട്ടതാണെന്ന്. ഈ ഫിത്ന ഇബ്നു തൈമിയ്യ ഉണ്ടാക്കി വിട്ടതാണ്, ഇല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉണ്ടാക്കി വിട്ടതാണ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ.
ഇത് ഹിജ്റ 379 ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആലയ്ക്ക് മുമ്പ് 400 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ അബൂ മുഹമ്മദ് അൽ അൻദലൂസി അൽ ഖഹ്താനി അദ്ദേഹത്തിന് നൂനിയയിൽ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അതായത് പറയുന്നത് കേൾക്കൂ നാട്ടുകാരെ. പറയുകയാണ്, അശഅർതും യാ അശ്അരിയതു അന്നനി തൂഫാനു ബഹരിൻ അയ്യുമാ തൂഫാനി അന ഹമ്മുക്കും അന ഗമ്മുക്കും അന സുഖ്മുക്കും അന സുമ്മുക്കും ഫിസ്സിദ്ദി വൽ ഇഅ്ലാനി. ഞാൻ നിങ്ങളുടെ ആകുലതയാണ്, ഞാൻ നിങ്ങളുടെ ഉത്കണ്ഠയാണ്, ഞാൻ നിങ്ങളുടെ രോഗമാണ്, ഞാൻ നിങ്ങളുടെ വിഷമാണ്, രഹസ്യത്തിലും പരസ്യത്തിലും ഞാൻ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റാണ് അശരികളെ എന്ന് പാടി. ആരാ പാടുന്നത്? ഇമാം അൽ ഖഹ്താനി നിങ്ങൾക്കെതിരെ. പിന്നെയും പാടാണ്, യാ അശ്അരിയതു യാ അസാഫിലത്തൽ വറാ യാ ഉംയു യാ സുമ്മുൻ ബിലാ ആദാനി. യാ അശ്അരിയതു, അല്ലയോ അശ്അരികളെ, യാ അസാഫിലത്തൽ വറാ, മനുഷ്യരിലെ നിന്ദ്യന്മാരെ, അസാഫിലത്തൽ വറാ, സൃഷ്ടികളിലെ ഏറ്റവും നിന്ദ്യന്മാരെ എന്നാ വിളിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പാടിയിട്ട് അർത്ഥം വെക്കും. യാ അശ്അരിയതു, അല്ലയോ അശ്അരികളെ, യാ അസാഫിലത്തൽ വറാ, യാ ഉമ്മി, അല്ലയോ അന്ധന്മാരെ, യാ സുമ്മി, അല്ലയോ പൊട്ടന്മാരെ, ബിലാ ആദാനി, ചെവിയില്ലാത്തവന്മാരെ, അന്നീ, നിശ്ചയമായും ഞാൻ, ലഉബ്ഗിദന്നകും വഉബ്ഗിദു ഹിസ്ബകും, ഞാൻ നിങ്ങളെ വെറുക്കുന്നു, നിങ്ങളുടെ കക്ഷികളെയും ഞാൻ വെറുക്കുന്നു. ബുഗ്ളൻ, എങ്ങനെയുള്ള വെറുപ്പാണെന്നറിയുമോ? അഖല്ലു ഖലീലിഹി അബ്ഗാനി, അതിന്റെ ചെറിയ വെറുപ്പിന്റെ അംശം തന്നെ എന്നെ അലറി വിളിക്കുമാറാക്കി. അത്രത്തോളം നിങ്ങളെ ഞാൻ വെറുക്കുന്നു, ഞാൻ അലറി വിളിച്ചു പോകും ആ വെറുപ്പിന്റെ ചെറിയ അംശം കൊണ്ട്. അങ്ങനെ ഞാൻ നിങ്ങളെ വെറുക്കുന്നു അക്ഷരികളെ, സൃഷ്ടികളിൽ ഏറ്റവും നിന്ദ്യന്മാരെ എന്ന് ഇമാം അൽ ഖഹ്താനി ഹിജ്റ 379 നിങ്ങളെ കുറിച്ച് പാടിയില്ലേ? പിന്നെ എങ്ങനെയോ ഇറാനിൽ ഷിയാക്കൾ പ്രചരിച്ചതുപോലെ കേരളത്തിൽ നിങ്ങളെ പ്രചരിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഹക്കിന്റെ അഹലുകാരാവോ? ഇറാനിൽ ഇപ്പം മുഴുവൻ ഷിയാക്കളാണ്, ഷിയാക്കൾ ഹക്കിന്റെ അഹലുകാരാവും. ഇറാനിൽ മുഴുവൻ ഷിയാക്കളാണ്, അതുകൊണ്ട് ഷിയാക്കൾ ഹക്കിന്റെ അഹലുകാരാവും. കേരളത്തിൽ മുഴുവൻ നിങ്ങളായതുകൊണ്ട് ഹക്കിന്റെ അഹലുകാർ നിങ്ങളാകും. ഇറാനിൽ ഷിയാക്കൾ പറയുന്നത് നമ്മളാണ് 1400 വർഷമായിട്ട് ഇറാനിൽ ദഅവത്ത് നമ്മളാണ്, നമ്മുടേതാണ് പള്ളികളെല്ലാം, അങ്ങനെ അവിടെ. അതുപോലെ നിങ്ങൾ പറയുന്നത് നമ്മളാണ് ഇവിടെ 1400 വർഷമായി, നിങ്ങൾ ഹിജ്റ 900-ന് ശേഷം ഉണ്ടായ സംഗതിയാണ്. അതായത് അശ്അരിയത്തും സൂഫി എന്താണ് ഈ ഉലൂബിലുള്ള ഉലാത്തു സൂഫിയത്തും ചേർന്നുണ്ടായ സങ്കര ഇനമാണെന്ന് ഇവിടെ ഇമാമിങ്ങൾ നിന്നിട്ട് പറയുന്ന അശ്അരിയത്തും ഉലാത്തു സൂഫിയത്തും ചേർന്നുണ്ടായ ഹിജ്റ 900-കളിലും 800-കളിലും ആ സമയങ്ങളിൽ ഉണ്ടായ സങ്കരദീനയുമായി ഉണ്ടായ വിഭാഗമാണ് നിങ്ങൾ. അല്ലാതെ നിങ്ങൾ 1400 വർഷമായിട്ട് ഇവിടെ ഇല്ല. ലൗ കുന്തു അഅമൽ മുഖലതൈനി ലസറനി കൈ ലാ യറാ ഇൻസാനകും ഇൻസാനി, ഞാൻ കണ്ണു അന്ധനായിരുന്നെങ്കിൽ നിങ്ങളെ കാണാതിരിക്കാൻ. അത്രത്തോളം വെറുപ്പായിരുന്നു അന്നത്തെ ഇമാമിങ്ങൾക്ക് നിങ്ങളെ. ഞാൻ അന്ധനായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം വിലപിക്കുകയാണ്. അശ്അരികളെ, നിങ്ങളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കാണുമ്പോൾ ഞാൻ അലറി വിളിക്കുമാറി എനിക്ക് വെറുപ്പന്റെ ഹൃദയത്തിലാണ്. ആ അശ്അരികളെ, നിങ്ങളെ കാണാതിരിക്കാൻ ഞാൻ അന്ധനായിരുന്നെങ്കിൽ എന്ന് വിലപിച്ച് പാടിയില്ലേ? ഹിജ്റ 379 വഫാത്തായ ഇമാമിങ്ങളുടെ ഇമാമായ അൽ ഖഹ്താനി റഹിമഹുല്ലാഹു തആല. തീർന്നില്ല, ഇനിയും ഒരുപാടുണ്ട് ആ പദ്യത്തിൽ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദമ്മുൽ കലാമി വ അഹ്ലിഹി, ദമ്മുൽ കലാമി വ അഹ്ലിഹി എന്ന ഇതാരുടെ കിതാബാണെന്ന് അറിയുമോ? ശൈഖുൽ ഇസ്ലാം അബൂ ഇസ്മായിൽ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് അൽ അൻസ്വാരി അൽ ഹറവി. ശൈഖുൽ ഇസ്ലാം അബൂ ഇസ്മായിൽ അൽ ഹറവി, ശൈഖുൽ ഇസ്ലാം അബൂ ഇസ്മായിൽ അൽ ഹറവി. സൂഫികളും സലഫികളും ഒരുപോലെ അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതൻ. സൂഫികളും സലഫികളും ഒരുപോലെ അംഗീകരിക്കുന്ന മനാസിലുസ് സായിദിന്റെ ഗ്രന്ഥകർത്താവായ അബൂ ഇസ്മായിൽ അൽ ഹറവി റഹിമഹുല്ലാഹു തആല രചിച്ച ദമ്മുൽ കലാമി വ അഹ്ലി. അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 481-ലാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആലയേക്കാൾ 300 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പണ്ഡിതനാണ്. ആ മഹാനവറുകളുടെ കിതാബിന്റെ 5-ാമത്തെ മുജല്ലദാണിത്. ഈ കിതാബ് നിറച്ച് നിങ്ങൾക്കുള്ള റദ്ദ. ഈ കിതാബിന്റെ 102-ാമത്തെ 5-ാമത്തെ മുജല്ലദിൽ 102-ാമത്തെ പേജിൽ പറയുകയാണ്, വസമിഅതു അഹ്മദ് ഇബ്നു ഹംസത്ത, ഞാൻ കേട്ടു. അതായത് ശൈഖുൽ ഇസ്ലാം അബൂ ഇസ്മായിൽ ഹറവി പറയുകയാണ്, ഞാൻ കേട്ടു അഹ്മദ് ഇബ്നു ഹംസ തങ്ങൾ പറയുന്നത്, വഅബൂ അലി അൽ ഹദ്ദാദ്, അബൂ അലി അൽ ഹദ്ദാദ് തങ്ങളും പറയുന്നത് ഞാൻ കേട്ടു. യഖൂലാനി, ആ മഹാനവറുകൾ രണ്ടുപേരും പറയുകയാണ്,
വജദ്ന അബുൽ അബ്ബാസ് മുഹമ്മദ് ഇബ്നു മുഹമ്മദ് അൻ-നഹാവന്ദി തങ്ങൾ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു അലൽ ഇൻകാരി അല അഹ്ലുൽ കലാമി അഹ്ലുൽ കലാം നിങ്ങൾ പഠിക്കുന്ന ഇൽമുൽ കലാം ഉണ്ടല്ലോ ആ ഇൽമുൽ കലാമിന്റെ അഹ്ലുകാരെ അദ്ദേഹം ഇൻകാർ ചെയ്യുമായിരുന്നു വതക്ഫീരിൽ അശ്അരിയ അശ്അരികളെ അദ്ദേഹം കാഫറാക്കുമായിരുന്നു അശ്അരികളെ ആര് അഹ്മദ് ഇബ്നു മുഹമ്മദ് അൻ-നഹാവന്ദി തങ്ങൾ കാഫറാക്കുമായിരുന്നു അപ്പൊ കുഫറിൽ ഇമാമിങ്ങൾക്ക് പിഴയ്ക്കൂലെന്നാണല്ലോ നിങ്ങളുടെ വെപ്പ് നമ്മുടെ വിശ്വാസം ഉസൂലിലും ഫുറൂഇലും ഇമാമിങ്ങൾക്ക് പിഴയ്ക്കാം അസലിലും പിഴയ്ക്കാം ഫറയിലും പിഴയ്ക്കാം മനുഷ്യനാണെങ്കിൽ പിഴയ്ക്കും അസലിലും പിഴയ്ക്കാൻ ചാൻസ് ഉണ്ട് ഫറയിലും പിഴയ്ക്കാൻ ചാൻസ് ഉണ്ട് അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം എന്നാൽ നിങ്ങളുടെ വിശ്വാസം ഇമാമിങ്ങൾക്ക് കുഫറിൽ പിഴയ്ക്കൂലെന്നാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ അബൂ മുഹമ്മദ് അല്ലെങ്കിൽ അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു മുഹമ്മദ് അൻ-നഹാവന്ദി തങ്ങൾ മഹാനവറുകൾക്ക് പിഴച്ചോ നിങ്ങളെ കാഫറാക്കിയപ്പോൾ മഹാനവറുകൾക്ക് പിഴച്ചില്ലേ നിങ്ങൾ പറയും അദ്ദേഹം അശ്അരികളെ തക്ഫീർ ചെയ്യുമായിരുന്നു അപ്പോ അപ്പൊ പറയണം അഹ്മദ് ബിൻ ഹംസ തങ്ങൾ പറയുന്നത് തന്നെ ഞാൻ കേട്ടു യഖൂൽ ലമ്മസ്തദ്ദൽ ഹിജ്റാനു ബൈന നഹാവന്ദി തങ്ങൾ അതുപോലെ തന്നെ അബുൽ ഫവാരിസ് എന്ന് പറയുന്ന അശ്അരി ഈ അശ്അരിയും തമ്മിലുള്ള ഹിജ്റാൻ തമ്മിലുള്ള ഭ്രഷ്ട് അത് കഠിനമായപ്പോൾ സഅലു ജനങ്ങളെല്ലാരും കൂടി പോയി അന്നുള്ള വലിയ ഇമാമായ അബൂ അബ്ദില്ലാ ദൈനവരി തങ്ങളുടെ അടുക്കലേക്ക് അങ്ങനെ അപ്പൊ ഇമാം നഹാവന്ദി തങ്ങൾ അശ്അരികൾ കാഫിരിങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഒരേ കാഠിന്യത്തിൽ പെരുമാറുകയാണ് അപ്പോ അബുൽ ഫവാരിസ് എന്ന് പറയുന്ന അശ്അരി നേതാവും ഈ ഇമാം അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് അൻ-നഹാവന്ദി തങ്ങളും തമ്മിലുള്ള ഭ്രഷ്ട് തമ്മിൽ കാഠിന്യമായി ഇപ്പൊ ജനങ്ങൾക്ക് സംശയമായി ഇതിപ്പോ ആര് പറയുന്നതാ ശരി അദ്ദേഹം തലയെ കെട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഇമാം നഹാവന്ദിയും വലിയ തങ്ങളാണല്ലോ ഇതിപ്പോ ആര് പറയുന്നതാ ശരി അപ്പോൾ അവിടെയുള്ള വലിയ ഇമാമായ അബൂ അബ്ദില്ലാ ദീനവരി തങ്ങളുടെ അടുക്കലേക്ക് ജനങ്ങളെല്ലാം കൂടി ചെന്നു ഫഖാല അപ്പോൾ ഇമാം അബൂ അബ്ദില്ലാ ദീനവരി തങ്ങൾ പറയുകയാണ് ഫഖാല ലഖീതു അൽഫ ശൈഖിൻ ഞാൻ 1000 ശൈഖുമാരെ എത്തിച്ചു ഇല്ലെങ്കിൽ അവരെ ഞാൻ കണ്ടെത്തി അലാമാ അലൈഹി നഹാവന്ദി ഇമാം നഹാവന്ദി തങ്ങൾ അതേ നിലപാടുള്ള 1000 ശൈഖുമാരെ എനിക്കറിയാം എന്ത് നിലപാടാ അശ്അരികൾ കാഫറാണെന്നുള്ള നിലപാടുള്ള 1000 ശൈഖുമാർ ഹിജ്റ 300 ജീവിച്ചിരുന്നു ഇവിടുത്തെ AP കാന്തപുരവും ജിഫ്രി തങ്ങളും അടക്കമുള്ള AP EK സമസ്തക്കാർ കാഫിരീങ്ങളാണ് എന്ന അവർ അശ്അരികളാണെങ്കിൽ കാഫിരീങ്ങളാണ് എന്ന അഭിപ്രായമുള്ള 1000 പണ്ഡിതന്മാർ ഹിജ്റ 300 ജീവിച്ചിരുന്നു 1000 പണ്ഡിതന്മാർ ഈ കിതാബിൽ പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞതാ ഇനി അങ്ങോട്ട് നോക്കൂ ഈ കിതാബിന്റെ തന്നെ 122ാമത്തെ പേജിൽ വസമിഅതു ബിലാൽ ഇബ്നു അബി മൻസൂർ അൽ മുഅദ്ദിൻ ബിലാൽ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു വയഖൂലു സമിഅതു ഉമർ ഇബ്നു ഇബ്രാഹിം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു ലാ തഹില്ലു ദബാഇഹുൽ അശ്അരിയ അശ്അരികളർത്താൽ തിന്നാൻ പാടില്ല അശ്അരികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ AP EK കാന്തപുരം പിന്നെ അല്ലാതെ നിന്ന് വിട്ടുപോയ വട്ടൂരികൾ എല്ലാ ഊരികളും അതിൽപ്പെട്ടു അശ്അരികൾ അർത്താൽ തിന്നാൻ പാടില്ല ലാ തഹില്ലു ദബാഇഹുൽ അശ്അരിയ അശ്അരികൾ അർത്താൽ തിന്നാൻ പാടില്ല ലിഅന്നഹും കാരണം എന്താണെന്നറിയുമോ ലൈസൂ ബിമുസ്ലിമീൻ അവർ മുസ്ലിമീങ്ങളല്ല അശ്അരികൾ മുസ്ലിമീങ്ങളല്ല സമസ്ത AP EK വിഭാഗങ്ങൾ മുസ്ലിമീങ്ങളല്ല ഞാൻ പറഞ്ഞതല്ല ഉമർ ബിൻ ഇബ്രാഹിം തങ്ങൾ ഹിജ്റ 300 പറഞ്ഞതാണ് ഇങ്ങനെയുള്ള വിഭാഗം ഇവിടെ ഉണ്ടാകും അത് കേരളത്തിൽ പിന്നെ ശക്തിപ്പെടും ലോകം മുഴുവൻ അവർ ശക്തിപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു ഒരുപക്ഷെ അവർക്ക് ഇൽഹാം കൊടുത്തതായിരിക്കും അതുകൊണ്ട് അവർ കിതാബ് രേഖപ്പെടുത്തി
അശ്അരികൾ അറുത്താൽ തിന്നാൻ പാടില്ല, കാരണം അവർ മുസ്ലിമീങ്ങളല്ല. അതായത് കിതാബിൽ നിന്ന് ഞാൻ വായിക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പറയുന്നതല്ല, കിതാബിലാണ്. കിതാബിൽ പറഞ്ഞതാരാ? അബൂ ഇസ്മായിൽ അൽ അൻസാരി തങ്ങളാ പറഞ്ഞത്. അബൂ ഇസ്മായിൽ അൻസാരി തങ്ങൾ പറഞ്ഞു, ബിലാൽ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ബിലാൽ തങ്ങൾ കേട്ടതോ ഉമർ ബിൻ ഇബ്രാഹിം തങ്ങൾ പറയുന്നത് കേട്ടു. ലാ തഹില്ലു ദബാഇഹുൽ അശ്അരിയ, അശ്അരികൾ അർത്താൽ തിന്നാൻ പാടില്ല. ലിയന്നഹും ലൈസൂ ബിമുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളല്ല. ഇനിയോ ജുനൈദ് തങ്ങൾ ആരാ? ജുനൈദ് തങ്ങൾ സൂഫി ഖുത്ബുൽ അഖ്താബ് എന്ന് നിങ്ങൾ തന്നെ പരിചയപ്പെടുത്താറുള്ള ജുനൈദ് തങ്ങൾ, ഖുത്ബുൽ അഖ്താബ് എന്ന് നിങ്ങൾ തന്നെ പറയാറുള്ള ജുനൈദ് തങ്ങൾ അഹ്ലുസുന്നയുടെ വലിയ ഇമാമാണ്. അഹ്ലുസുന്നയുടെ വലിയ ഇമാമാണ് ജുനൈദ് തങ്ങൾ. അഹ്ലുസുന്നയുടെ വലിയ ഇമാമാണ് ജുനൈദ് തങ്ങൾ. നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഖുത്ബുൽ അഖ്താബ് എന്നാണ്. ഖുത്ബുൽ അഖ്താബിന് അല്ലാഹുവിന്റെ ഇൽമ അറിയാമെന്നാണല്ലോ. ആ ജുനൈദ് തങ്ങൾ പറയുകയാണ്, വസമിഅതു ഇസ്മാഈൽ ഇബ്നു അഹ്മദ് അൽ ബശ്വസഖാനി, ഞാൻ ഇസ്മായിൽ ഇബ്നു അഹ്മദ് തങ്ങൾ പറയുന്നത് കേട്ടു. അൽ മുത്തഫഖിഹ, അതായത് അബൂ ഇസ്മായിൽ ഹറവി തങ്ങൾ പറയുകയാണ്, ഇസ്മായിൽ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. സമിഅതു അൽ ജുനൈദ് ഇബ്നു മുഹമ്മദ് അബാ സഅദ് അൽ ഖതീബ, ജുനൈദ് തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. യശ്ഹദു അലൽ അശ്അരി ബിസ്സന്ദഖ, അൽ അശ്അരി സിദ്ദീഖാൻ, അൽ അശ്അരി സിദ്ദീഖാൻ, അൽ അശ്അരി സിദ്ദീഖാൻ എന്ന് ജുനൈദ് തങ്ങൾ പറയുമായിരുന്നു. അതായത് നിങ്ങളുടെ അഖീദയുടെ നേതാവായ അബുൽ ഹസൻ അൽ അശ്അരി സിദ്ദീഖാണ് റഹിമഹുല്ലാഹ്, അദ്ദേഹം സിദ്ദീഖാണോ അല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ചർച്ച. ജുനൈദ് തങ്ങൾ അത് പറഞ്ഞു എന്നാണ്. അപ്പൊ ഖുത്ബുൽ അഖ്താബായ ജുനൈദ് തങ്ങൾക്കാണോ പിഴച്ചത്? അബുൽ ഹസൻ അശ്അരിക്കാണോ പിഴച്ചത്? നിങ്ങളുടെ അഖീദയുടെ ഇമാമായ അശ്അരി തങ്ങൾക്കാണോ പിഴച്ചത്? ജുനൈദ് തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ ഇൽമ ഖുത്ബുൽ അഖ്താബിന് ഉണ്ടാവുമെന്നാണല്ലോ, അള്ളാഹുവിന്റെ വഹി കിട്ടി സംസാരിക്കുന്നു എന്നാണല്ലോ. ആ ജുനൈദ് തങ്ങൾ പറയുകയാണ്, അബുൽ ഹസൻ അൽ അശ്അരി സിദ്ദീഖാണ്, കുഫർ ഉള്ളിൽ ഒളിപ്പിച്ച് ഇസ്ലാം വെളിയിൽ കൊണ്ട് നടക്കുന്ന ആളാണ് അബുൽ ഹസൻ അശ്അരി. ആ അബുൽ ഹസൻ അശ്അരിയുടെ അഖീദയാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും, അബുൽ ഹസൻ അശ്അരിക്ക് പിഴച്ചോ, ജുനൈദ് തങ്ങൾക്ക് പിഴച്ചോ, ഖുത്ബുൽ അഖ്താബിന് പിഴച്ചോ, നിങ്ങളുടെ അഖീദയുടെ ഇമാമിന് പിഴച്ചോ? ദാ ഈ കിതാബിലുള്ളതാണ്, ഈ കിതാബിലുള്ളതാണ് ജുനൈദ് തങ്ങൾ പറഞ്ഞു എന്നുള്ളത്. ഇനിയും ഒരുപാട് അശ്അരിയുടെ കാര്യത്തിൽ, ഇനിയും അശ്അരികളുടെ കാര്യത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ പറയാൻ നിൽക്കുകയാണ്. ഇനിയും വേറെ കിതാബുകളുണ്ട്. ജംഉൽ ജുയൂഷ്, ഈ കിതാബിൽ നിങ്ങളെ അശ്അരികളെ പിഴച്ചു, അശ്അരികൾ കാഫിരീങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജംഉൽ ജുയൂഷിൽ ഹിജ്റ എന്നാണ് ഇദ്ദേഹം വഫാത്തായത്. ഇദ്ദേഹം വഫാത്താവുന്നത് ഹിജ്റ 900-ലാണ്. ഹിജ്റ 900. അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു, അബിഹിൽ അൻസാരി സമിഅതു ബിലാൽ ഇബ്നു അബി മൻസൂർ, ആ ബിലാൽ തങ്ങൾ എന്നുള്ള ആസർ ഇദ്ദേഹം ഉദ്ധരിക്കുന്നു. സമിഅതു ഉമർ ഇബ്നു ഇബ്രാഹിം, ഉമർ ബിൻ ഇബ്രാഹിം തങ്ങൾ പറഞ്ഞു, ലാ തഹില്ലു ദബാഇഹുൽ അശ്അരിയ, അശ്അരികൾ അറുത്താൽ തിന്നാൻ പാടില്ല. ലിയന്നഹും ലൈസൂ ബിമുസ്ലിമീൻ, കാരണം അവർ മുസ്ലിമീങ്ങളല്ല. ഒന്നിൽ കൂടുതൽ കിതാബുകളിലുണ്ട് നിങ്ങൾ മുസ്ലിമീങ്ങളല്ലെന്ന്. അന്ന് വഹാബികളുടെ കിതാബല്ലല്ലോ, ഇതൊന്നും വഹാബികളുടെ കിതാബല്ലല്ലോ. ഇതാ അബൂ നസ്ർ സിജിസി റഹ്മത്തുള്ളാഹി തആലയുടെ കിതാബാണിത്. അബൂ നസ്ർ സിജിസി റഹ്മത്തുള്ളാഹി തആലയുടെ കിതാബ്, ആ കിതാബ് റിസാലത്തു സിജിസി ഇലാ അഹ്ലി സബീദ് ഫി റദ്ദി അലാ മൻ അൻകറ അൽ ഹർഫ വസ്സൗത, തഅലീഫു അശ്ശൈഖ് അൽ ഇമാം അൽ ഹാഫിദ് അബി നസ്ർ അസ്സിജിസി, ഹിജ്റ 444 വഫാത്തായ മഹാനവറുകളാണ്. അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുകയാണ്, അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുകയാണ്, ثم بلي أهل السنة بعد هؤلاء بقوم يدعون أنهم من أهل الاتباع. പിന്നെ അഹ്ലുസുന്ന പരീക്ഷിക്കപ്പെട്ടു. ശേഷം ഒരു ജനതയെ കൊണ്ട് ആ ജനത വാദിക്കുന്നത് അവർ അഹ്ലുസുന്നയാണെന്നാണ്. ആ ജനത വാദിക്കുന്ന അവർ അഹ്ലുസുന്ന, അവർ സുന്നികളാണെന്നാണ്. നിങ്ങളെപ്പോലെ അവർ സുന്നികളാണെന്നാണ് അവർ വാദിക്കുന്നത്. എന്നിട്ടോ വദററുഹും, അവരുടെ ഉപദ്രവം അക്തറു മിൻ ദററിൽ മുഅ്തസിലത്തി, അവരുടെ ഉപദ്രവം മുഅ്തസിലിയാക്കളുടെ ഉപദ്രവത്തിനേക്കാൾ വലിയ ഉപദ്രവമാണ്. അവർ പറയുന്നത് അവർ സുന്നികളെന്നാണ്. അവർ ആരാണെന്നറിയുമോ? വഹും അബൂ മുഹമ്മദ് ഇബ്നു കുല്ലാബ് വഅബുൽ അബ്ബാസ് അൽ ഖലാനിസി വഅബുൽ ഹസൻ അൽ അശ്അരി.
അബുൽ ഹസൻ അശ്ശരി. അബുൽ ഹസൻ അശ്ശരിയുടെ വാദം മൂപ്പര് സുന്നിയാണെന്നാണ്. മൂപ്പരുടെ ഉപദ്രവം മുഅ്തസിലിയേക്കാളും വലിയ ഉപദ്രവമാണെന്നാണ് ഇമാം അസ്-സിജിസി പറഞ്ഞിരിക്കുന്നത്. ഇമാം അസ്-സിജിസി അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ ഇദ്ദേഹം ഇമാം അസ്-സിജിസി റഹ്മത്തുള്ളാഹി തആല ഈ കിതാബിന്റെ 114-ാമത്തെ പേജിൽ പറയുകയാണ്, വഖൗലുൽ അശ്അരി, അശ്അരികൾ പറയാറുണ്ട്, ഇന്ന കലാമല്ലാഹി ശൈഉൻ വാഹിദുൻ, അല്ലാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സംഗതിയാണ്. ലാ യദ്ഖുലുഹു തബ്ഈദ്, ബഅദ് അതിൽ പ്രവേശിക്കുകയില്ല. കുറച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പം നമ്മൾ പറയും സൂറത്തുൽ ഫാത്തിഹ അള്ളാഹിന്റെ കലാമിൽ നിന്നുള്ള കുറച്ചാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖ് അള്ളാഹിന്റെ കലാമിൽ നിന്നുള്ള ബഅദാണ്, കുറച്ചാണ്. അങ്ങനെ പറയാൻ പറ്റൂല. അള്ളാഹിന്റെ കലാം എന്ന് പറഞ്ഞാൽ ഒറ്റ സംഗതിയാണ് എന്നാണ് അശ്അരികൾ പറയുന്നത്. അശ്അരികൾ പറയുന്നത് ഫൈദാ ഖാല ഇന്നല്ലാഹ അഫ്ഹമ മൂസ കലാമഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ തന്റെ കലാമ് മനസ്സിലാക്കിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പിന്നെ അതിന്റെ അർത്ഥം അള്ളാഹിന്റെ കലാമ് മുഴുവൻ മൂസാ നബിക്ക് കിട്ടിയെന്നായി പോകൂലേ? അള്ളാഹിന്റെ കലാം എന്ന് പറഞ്ഞാൽ ഒറ്റ സംഗതിയാണെങ്കിൽ അള്ളാഹിന്റെ കലാമ് മൂസാ നബിക്ക് മനസ്സിലായി നമ്മൾ പറഞ്ഞാൽ അള്ളാഹിന്റെ കലാം മുഴുവൻ മൂസാ നബിക്ക് മനസ്സിലായി എന്നായി പോവും. അങ്ങനെ ആയാൽ എന്താണ്? ഇമാം അസ്-സിജി റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, ഫസറ മൂസ അലൈഹിസ്സലാം ആലിമൻ ബി കലാമില്ലാഹ്, അല്ലാഹുവിന്റെ മുഴുവൻ സംസാരവും മനസ്സിലാക്കിയ ആളാവും മൂസാ നബി. അള്ളാഹിന്റെ മുഴുവൻ ഇൽമല്ല, അള്ളാഹിന്റെ മുഴുവൻ സംസാരം മനസ്സിലാക്കിയ ആളായിപ്പോ മൂസാ നബി. അള്ളാഹിന്റെ മുഴുവൻ സംസാരം മനസ്സിലാക്കിയ ആളായാൽ മൂസാ നബി അള്ളാഹിന്റെ മുഴുവൻ സംസാരം മനസ്സിലാക്കിയ ആളായാൽ എന്താ കുഴപ്പം? അള്ളാഹുവിന് മുമ്പും പിമ്പുമുള്ള ഒരു സംസാരവും ശേഷിക്കുന്നില്ല. ഇല്ലാ വഖദ് ഫഹിമഹു, മൂസാ നബി മനസ്സിലാക്കിയിട്ടല്ലാതെ എന്നായി പോവും. അപ്പൊ അള്ളാഹിന്റെ കലാമ് ഒറ്റ സംഗതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിന്റെ കലാമ് മൂസാ നബി മനസ്സിലാക്കി എന്ന് നമ്മൾ പറഞ്ഞാൽ മൂസാ നബി അള്ളാഹുവിന്റെ മുഴുവൻ കലാമം മനസ്സിലാക്കി എന്നായി പോവും. അള്ളാഹുവിന്റെ മുഴുവൻ കലാമം മൂസാ നബി മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ ആയിപ്പോയാൽ എന്താ കുഴപ്പം? അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇൽമുൽ ഗൈബിൽ ശിർക്ക് വയ്ക്കും. മൂസാ നബി ശിർക്ക് വെച്ചവരായി പോകുന്നു. മൂസാ നബിക്ക് അള്ളാഹിന്റെ കലാമ മുഴുവൻ മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂസാ നബി അള്ളാഹുവിനെ ശിർക്ക് വെച്ചവരായി പോകും. അപ്പൊ അള്ളാഹിന്റെ ഇൽമ തന്നെ മുഴുവൻ കിട്ടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് പറയുകയാണ്, ആരെങ്കിലും അള്ളാഹുവിന്റെ സംസാരം മുഴുവൻ അവനറിയാമെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്നുള്ള കാര്യത്തിൽ ഇത്തിഫാഖുണ്ട്. ഹിജ്റ 444 പറയുകയാണ്, അള്ളാഹുവിന്റെ കലാമ് ആർക്കെങ്കിലും മുഴുവൻ അറിയാമെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഇൽമ മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞാലോ? وأعلم علم الله أحصي حروفه وأعلم موج البحر كم هو موجة എന്ന് അബ്ദുൽ ഖാദിർ അൽ ജീലാനി പാടിയെന്നാണല്ലോ. അള്ളാഹുവിന്റെ ഇൽമിന്റെ ഓരോ ഹർഫും ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി എന്ന് അബ്ദുൽ ഖാദിർ അൽ ജീലാനി പറഞ്ഞാൽ അത് കുഫ്റും ബിൽ ഇത്തിഫാഖ്. അങ്ങനെ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ജൽപ്പനമാണത്. അങ്ങനെ പറഞ്ഞത് കാഫിറാണെന്ന് ഇമാം അസ്-സിജിസി പറയുന്നത്. ഇമാം അസ്-സിജിസി ആ കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ? അത് ഇമാം അസ്-സിജിസി റഹ്മത്തുള്ളാഹിയുടെ കിതാബിന്റെ 114-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിച്ചത്. അള്ളാഹുവിന്റെ കലാമ മുഴുവൻ അറിയും, ആർക്കെങ്കിലും അറിയുമെന്ന് പറഞ്ഞാൽ അവന് കാഫിറാണ്. അപ്പൊ അള്ളാഹിന്റെ ഇൽമ മുഴുവൻ അറിയുമെന്ന് പറഞ്ഞാലോ? അവൻ എപ്പോഴേ കാഫിറായി. ഇസ്ബാത്തുൽ ഹദ്ദ് ലില്ലാഹി എന്നുള്ള കിതാബ് ഇത് ഹിജ്റ 665 രചിക്കപ്പെട്ട കിതാബാണ്. വഫാത്തായ ഹിജ്റ 665 രചിക്കപ്പെട്ട ഇമാമിന്റെ കിതാബാണ് ഇസ്ബാത്തുൽ ഹദ്ദ്. ഈ കിതാബിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, അശ്അരികളെ കുറിച്ച് പറയുന്നത് നോക്കൂ. അൽ അശ്അരിയത്തു ദുല്ലാലുൻ സനാദിഖ ഇഖ്വാനു മൻ അബദൽ ഉസ്സാ മഅല്ലാത്തി بربهم كفروا جهرا وقولهم إذا تدبرته أصبح المقالات. 665 വഫാത്തായ മഹാനവറുകളുടെ കിതാബാണ്. അൽ അശ്അരിയത്തു, അശ്അരികൾ ദുല്ലാൽ, അവർ ദ്വലാലത്തിന്റെ ആളുകളാണ്. സനാദിഖ, അവർ കുഫറുള്ളിൽ ഒളിപ്പിച്ച് ഇസ്ലാം വെളിയിൽ കാണിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഇഖ്വാനു മൻ അബദൽ ഉസ്സാ മഅല്ലാത്തി, മക്കയിലെ മുശ്രിക്കീങ്ങളുടെ സഹോദരങ്ങളാണ്. കാന്തപുരത്തിന്റെ ആളുകളെ, ജിഫ്രി തങ്ങളുടെ ആളുകളെ, നിങ്ങൾ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞത് വഹാബികളല്ല. ഹിജ്റ 665 വഫാത്തായ ഇമാമിന്റെ കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇസ്ബാത്തുൽ ഹദ്ദ് ലില്ലാഹി അസ്സ വജല്ല, ഹംബലി മദ്ഹബിലെ കിതാബാണ്.
അബൂ മുഹമ്മദ് മഹ്മൂദ് ബിൻ അബിൽ ഖാസിം അദ്ദശ്തി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ കിതാബാണ്. ആ കിതാബിന്റെ 267 പേജിലെ കിതാബാണ്, അല്ലെങ്കിൽ 627 പേജ്, 627 പേജ്. അൽ അശ്അരിയ്യത്തു, അശ്അരികൾ ദുല്ലാനും ദലാലത്തിന്റെ ആളുകളാണ്. സനാദിഖത്തുൻ, ഉള്ളിൽ കുഫർ ഒളിപ്പിച്ച് പുറത്ത് ഇസ്ലാം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. നാട്ടുകാരെ, വെള്ളവസ്ത്രം കണ്ട് തെറ്റിദ്ധരിക്കണ്ട, തലയെക്കെട്ട് കണ്ട് തെറ്റിദ്ധരിക്കണ്ട. ഇമാമിങ്ങൾ പറയുകയാണ്, അവർ ഉള്ളിൽ കുഫർ ഒളിപ്പിച്ച് പുറത്ത് ഇസ്ലാം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഇഖ്വാനു, അവർ സഹോദരങ്ങളാണ്. മൻ അബദൽ ഉസ്സാ മഅല്ലാത്തി, ലാത്തയോടൊപ്പം ഉസ്സയെ ആരാധിച്ച മക്കയിലെ മുശ്രിക്കീങ്ങളുടെ സഹോദരങ്ങളാണ് ഈ സമസ്തക്കാർ. ബിറബ്ബിഹിം കഫറു, അല്ലാഹുവിനെ കൊണ്ടവർ കാഫിറായി, അല്ലാഹുവിനെ കൊണ്ടവർ കാഫിറായി, അല്ലാഹുവിനെ കൊണ്ടവർ കാഫിറായി. നാട്ടുകാരെ, വെള്ളവസ്ത്രം കണ്ട് തെറ്റിദ്ധരിക്കണ്ട, തലയെക്കെട്ട് കണ്ട് തെറ്റിദ്ധരിക്കണ്ട, അവരുടെ കണ്ണുനീരൊഴുക്കൽ കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, വെള്ളത്താടി കണ്ട് തെറ്റിദ്ധരിക്കണ്ട. അവർ അല്ലാഹുവിന്റെ റബ്ബിൽ കുഫ്റായിരിക്കുന്നു, കാഫിറായിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാ? അബൂ മുഹമ്മദ് മഹ്മൂദ് ബിൻ അബിൽ ഖാസിം അദ്ദശ്തി. അദ്ദേഹത്തിന്റെ 660 കിതാബെടുത്ത് പരിശോധിക്കുകയും അദ്ദേഹം റിവായത്തോടുകൂടി സനദോടുകൂടി ഉദ്ധരിക്കുന്ന റിവായത്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, സഹോദരങ്ങളെ, അബ്ദുൽ ഖാദിർ അൽ ജീലാനിയുമായി ഈ അശ്അരികൾക്ക് ഒരു ബന്ധമില്ല എന്നല്ല. അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആലയുടെ വിശ്വാസം നേർക്ക് നേരെ എടുത്ത ഈ വട്ടൂരികളുടെയും ഈ സമസ്തക്കാരുടെയൊക്കെ പുറത്ത് വെച്ചു കൊടുത്താൽ ഒരു കാഫിര്യങ്ങളായി. ഇമാമിങ്ങളുടെ കലാം നേർക്ക് നേരെ നമ്മൾ എടുത്ത് അത് നമ്മൾ അമൽ ചെയ്താൽ ഇവരെ പിറകെ നമസ്കരിക്കാൻ പറ്റൂല, ഇവരെ അർത്ഥം തിന്നാൻ പറ്റൂല, ഇവർ കാഫിര്യങ്ങളാണ് എന്ന് ഇമാമിങ്ങളുടെ കലാം നേർക്ക് നേരെ നമ്മൾ എടുത്താൽ ഈ കിതാബിൽ നിങ്ങൾ പറയുന്ന കുഫറിൽ ഇമാമിങ്ങൾക്ക് പിഴയ്ക്കൂലെന്നാണ്. നമ്മൾ പറയുമ്പോൾ ഖബറിൽ പോകാൻ പാടില്ല, ഔലിയാക്കളോട് വിളിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ അത് ഇന്ന കിതാബിലുണ്ടല്ലോ, കിതാബിൽ ഇമാമിങ്ങൾക്ക് പിഴയ്ക്കോ എന്ന് ചോദിച്ചവരെ, നിങ്ങൾ കാഫിര്യങ്ങളാണെന്ന് എഴുതിയ ഈ കിതാബുകൾ ഇമാമിങ്ങൾക്ക് പിഴച്ചതാണോ? പറയും, നിങ്ങൾ കുഫറിൽ പിഴച്ചോ? ഒന്നുകിൽ കുഫറിൽ പിഴച്ചു എന്ന് പറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ മടങ്ങാം? എങ്ങോട്ട് മടങ്ങാം? കിതാബിന്റെ സുന്നത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മടങ്ങാം. അപ്പൊ എന്നിട്ട് ആ ഖബറാരാധന കിതാബിലുണ്ടോ എന്ന് നോക്കാം, ഖബറാരാധന സുന്നത്തിലുണ്ടോ എന്ന് നോക്കാം, ഹദീസിലുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കിതാബിലേക്ക് മടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, വഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ, നിങ്ങൾ മുസ്ലിമീങ്ങളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ നിങ്ങൾ കിതാബിലേക്കല്ല മടക്കേണ്ടത്. കിതാബിലേക്ക് എങ്ങനെ മടക്കണം? ഖുർആനും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ മടക്കണം. അതുകൊണ്ട് എൻ്റെ കലാം, എൻ്റെ സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അനുവദിച്ചു കിട്ടിയ സമയം കഴിഞ്ഞു. നാട്ടുകാരെ, ഈ വെള്ളത്തൊപ്പിയും താടിയും കണ്ട് വഞ്ചിതരാവണ്ട. നിങ്ങളുടെ മേൽ വാജിബ് ഈ യവറ്റകളെ പള്ളിയിൽ നിന്ന് അടിച്ചു പുറത്തിറക്കലാണ്. ഒരു നയാ പൈസ ഇവർക്ക് കൊടുക്കാതിരിക്കണം. നാളെ പരലോകത്ത് അല്ലാഹു നിങ്ങളെ പിടിക്കുമില്ലെങ്കിൽ, ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ഇവരുടെ പറ്റിലേക്ക് 1 രൂപ നിങ്ങൾ കൊടുത്താൽ അല്ലാഹു നിങ്ങളെ പിടിക്കും. ഉറപ്പായും നിങ്ങൾ അല്ലാഹു പിടിക്കും. സുബ്ഹാനക്കല്ലാഹു വ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. പ്പെടുന്ന ശബ്ദത്തോടുകൂടിയും ഹർഫോടുകൂടിയും പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ സൃഷ്ടിയാണ് എന്നാണ് നിങ്ങളുടെ വാദം. അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ കാഫിറാണ് എന്നാണ് ജീലാനി തങ്ങളുടെ വാദം. എന്നിട്ട് പറഞ്ഞിരിക്കുക ഈ കിതാബ് ഇലൈഹിൽ ഹനാബിലത്തു ജഹലൻ ഔ ഇനാദാ കമാ ദഹബത് ഇലൈഹിൽ ഹനാബിലത്തു ജഹലൻ ഔ ഇനാദാ. അതായത് ഹംബലികൾ ജാഹിലീങ്ങളായിക്കൊണ്ട്, ധിക്കാരികളായിക്കൊണ്ട് പറഞ്ഞു. അല്ലാഹു ഖുർആൻ ശബ്ദത്തോട്